അതായത് ലിസ്റ്റിൽ ധ്യാൻ ചേട്ടൻ, വിനീതേട്ടൻ, അജു ചേട്ടൻ, ബേസിൽ ചേട്ടൻ, ഷാനിക്ക, വൈശാഖേട്ടൻ, ഇത്രയും പേര് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തരുമോ? അത് മതി. ഓക്കെ, നിങ്ങൾ ഇത്രയും പേരും കൂടെ ചേർത്ത് ഒരു സിനിമ നമ്മൾ എടുക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സിനിമ എന്ന് പറയുന്നത് വലിയ പടമൊന്നുമില്ല, ചെറിയൊരു പടം, നമ്മുടെ കൽക്കിയൊക്കെ പോലെ ചെറിയൊരു മൂവി. അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ്, ഞാൻ ക്യാരക്ടേഴ്സ് പറയാം. അപ്പം അതിൻ്റെ ആരൊക്കെയാണ് ഏറ്റവും ആപ്റ്റ് എന്ന് നിങ്ങൾ ഇത്രയും പേര് പറയണം. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം. അല്ല, ഞാൻ കൽക്കി കണ്ടില്ല. വേണ്ട, ഞാൻ പറയുന്ന ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ മഹാഭാരതം, ഞാൻ കൽക്കിയിൽ ബാഹുബലിയായിട്ട് അഭിനയിക്കും. ബാഹുബലി ഇല്ല, കൽക്കിക്കകത്ത് മഹാഭാരതമാണ്. ഇവന്മാർ എന്തൊക്കെയാണ് അതിനിടയ്ക്ക് മാറ്റി കളഞ്ഞ. മഹാഭാരതമാണെങ്കിൽ അല്ല, മഹാഭാരതമാണ്. ആ ഒരു നമ്മുടെ മഹാഭാരതമാണ്. നമ്മുടെ കർണന്റെ ഒക്കെ കഥയില്ലേ, അത് രാമായണം. കർണരാമായണം എന്ന് കേട്ടിട്ടില്ലേ? വേണ്ട, എല്ലാം വായിച്ചോളൂല്ല. ഞാൻ ഇത്രയും ഞാൻ പേര് പറയാം. അവർ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാൽ മതി. കറക്റ്റ് ആക്ടർ. അപ്പം ആരും തന്നെ ഈ പറഞ്ഞ ഒരാളും ഇതിൽ ഫിറ്റ് അല്ല. നമ്മളൊരു സിനിമ എടുത്താൽ ഇപ്പൊ മുകേഷ് ഏട്ടൻ ഡയറക്ട് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചോ നിങ്ങളെ വെച്ചിട്ട്? അല്ല മുകേഷ് ഏട്ടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഭീമന്റെ റോൾ അജു വർഗീസിനോട്. ബാക്കി ആരെടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, അത് എന്തിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഭീമൻ അജു ചേട്ടനെ ഒപ്പിച്ചു. ഓക്കെ, ഇനിയിപ്പൊ കർണനായിട്ട് ആരെ ഇവര് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് വരുന്നേ? കമ കർണന് സോങ് ഒക്കെ ഉള്ളതാ, അപ്പം വിനീതായിരിക്കും നല്ല. പാടും. ദാനശീലനും ശരിയാ. പക്ഷെ പിന്നെ പോയി തിരിച്ചു ചോദിക്കും. നമ്മുടെ കൃഷ്ണനായിട്ടോ? കൃഷ്ണനൊക്കെ ചെറുത്. കൃഷ്ണനായിട്ട് ആരെ വേണം മുകേഷ് ഏട്ടാ? ലിസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു. പിന്നെന്താ, ധ്യാൻ ചേട്ടൻ, വിനീതേട്ടൻ, അജു ചേട്ടൻ, ബേസിൽ ചേട്ടൻ, ഷാനിക്ക, വൈശാഖേട്ടൻ. അതായത് ഇവരുടെ സ്വന്തം പ്രൊഡ്യൂസർ നെതർലാൻഡ്സിലെ. അപ്പൊ പിന്നെ പ്രൊഡ്യൂസർ നന്നായിരിക്കും. നമ്മുടെ ഭീഷ്മ പിതാവ്, അങ്ങനൊരു നമ്മുടെ നരച്ച താടിയൊക്കെ ഉള്ളൊരു ഭീഷ്മ പിതാവ് ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ ഇതിൽ ആർക്ക് കൊടുക്കണം? നിങ്ങൾ കൽക്കി കണ്ടില്ല? കൽക്കി കാണുമായിരുന്നു 3D. കൽക്കി നല്ല ഇതായ അങ്ങനൊന്നും അല്ല. റിലീസായോ? ഞാൻ 3-4 ദിവസം ഇല്ലായിരുന്നു. വേണ്ട, നമുക്കിത് മാറ്റാം. ഇത് ശരിയാകത്തില്ല, ഇത് എന്നിങ്ങോട്ടേ പോകത്തുള്ളൂ. എല്ലാരും കണ്ട ഒരു പടം മണിച്ചിത്രത്താഴ്, അല്ലെങ്കിൽ ചെമ്മീൻ. അവിടെ വരെ പോണ്ട, വേണ്ട, അത് മാറ്റാം.